ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് എന്താക്കി, മറ്റ് ലൈബ്രറിയിലുള്ള അറബിയിലും മറ്റൊക്കെ ഉള്ള പുസ്തകങ്ങൾ മൊത്തം എന്താക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സീറോയിലേക്ക് അല്ലെങ്കിൽ അവരെ അറിവിനെ ഇല്ലാണ്ടാക്കുക എന്നൊരു പ്രക്രിയയായിരുന്നു ഇതിലൂടെ ചെയ്തു വെച്ചിരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നാണെന്ത്, ലാംഗ്വേജ്, ഭാഷ. ഭാഷയിൽ നമുക്ക് എന്താണ് അതിലുള്ള സംഭാവനകൾ വെച്ച് നോക്കാം. എന്തൊക്കെയാണത്? ചിത്രങ്ങള്, കോഫി, ഓറഞ്ച്, കാൻഡി, സോഡ, അൽജിബ്ര, കോട്ടൺ, എന്താണ് സോഫ, ക്യാൻ, ജിറാഫ്, മാഗസിൻ, ഷുഗർ, മ്യൂറൽസ്, എന്താണ് ഇതൊക്കെ നമ്മളെന്താണ് പലപ്പോഴും യൂസ് ചെയ്യുന്ന സംഗതിയാണ്. അതൊക്കെ എന്താണ് അറബിക്കിൽ നിന്ന് വന്ന വേർഡ്സുകളാണ് എന്നുള്ളതാണ്. ഈ കണക്ക് നോക്കൂ, എത്രയാണ്? മറ്റു ഭാഷയിൽ ഇംഗ്ലീഷില് 1000-ലധികം പദങ്ങൾ അറബിയിൽ നിന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്പാനിഷിൽ, പോർച്ചുഗീസിലൊക്കെ, ഫ്രഞ്ചിലാണെങ്കിലും സിസിലിയൻ തുടങ്ങിയ വ്യത്യസ്ത ഭാഷകളിൽ കാണാൻ കഴിയും. ഓക്കെ, അടുത്തതാണത് ആർക്കിടെക്ചർ. എന്താണ്? വാസ്തു ശില്പവുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് ഉണ്ടാക്കൂലേ അല്ലെ? വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിൽഡിങ്ങൾ. ഏത് ബിൽഡിങ്ങാണൊക്കെ വാസ്തു? പിന്നെ താജ്മഹൽ അല്ലെ? താജ്മഹൽ അല്ലെ? മുഗൾ എന്ന സ്വഭാവത്തിൽ അവരുടെ വലിയ കോൺട്രിബ്യൂഷൻ സ്വഭാവത്തിൽ. ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? പണ്ട് ഒബാമ വന്നപ്പോ ഒബാമക്ക് ആദ്യം പോകുന്നത് താജ്മഹലിലേക്കാണ്. ലോകത്തെ എന്നും ലോകാത്ഭുതമായി ഇന്നും നിലനിൽക്കുന്ന ഇത് രൂപപ്പെടുത്തുന്നത് മുസ്ലിങ്ങളുടെ ആയിരുന്നു എന്നുള്ളതാണ്. ബ്ലൂ മോസ്ക്, ഇസ്താംബുളിലെ ബ്ലൂ മോസ്ക്, ഡോം ഓഫ് ദി റോക്ക് ജെറൂസലമിലെ, ഇതെന്താണ്? മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞിട്ട് പേരല്ലേ? മസ്ജിദുൽ അഖ്സ അല്ല കേട്ടോ. എന്താണ്? ഡോം ഓഫ് ദി റോക്ക് ആണ്. ഇതിനപ്പുറത്തുള്ളതാണത് മസ്ജിദുൽ അഖ്സ. അൽഖൻസ സെവിലിയയിലെ, ഓക്കെ, അൽഹംബ്ര പാലസ് സ്പെയിനിലെ. ഈ ബിൽഡിങ്ങുകൾ, ഈ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ മുസ്ലിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് എന്നതാണ് പറഞ്ഞു വെച്ചത്. അടുത്തതാണ് സിറ്റീസ്. എന്താണ്? പട്ടണങ്ങൾ. നിങ്ങൾ എവിടേക്കാണ് പോയിട്ടുണ്ടോ? ഏതെങ്കിലും പട്ടണത്തിൽ പോയിട്ടോ? സിറ്റിക്ക് പോയിനോ? എങ്ങടാ പോയത്? കോഴിക്കോട് സിറ്റിക്ക് പോയിന്. പിന്നെ യൂണിവേഴ്സിറ്റിയാ, നല്ല സിറ്റിയാ. പിന്നെ കൊച്ചി പോയിനോ? ഓക്കെ. അല്ലെങ്കിൽ എന്നാ ഗൾഫിൽ ദുബായിലൊക്കെ പോയിനോ? ഓക്കെ. അപ്പൊ ഞങ്ങൾ പറയുന്നത് അവിടെ എന്താണ് സിറ്റിയുടെ പ്രത്യേകത? കുറെ ബിൽഡിംഗ് ഉണ്ടാവും. യെസ്. പിന്നെ എന്താണ് മറ്റിടങ്ങളിൽ നിന്ന് അവർ വ്യത്യസ്തമാക്കുന്നത്? സിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഉണ്ടാവും, എന്താണ് സ്കൂൾ ഉണ്ടാവും, നമുക്ക് വേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെയുള്ള സൗകര്യങ്ങളൊക്കെ എന്തുണ്ടാവും? സിറ്റിയിൽ ഉണ്ടാവും. അത് മാത്രമാണോ? എന്തൊക്കെ ഉണ്ടാവുക? നിങ്ങൾക്കൊരു സിറ്റി, ചില സിറ്റികളുടെ കഥകൾ ഞങ്ങൾ പറഞ്ഞു നോക്കാം. സിറ്റി ഓഫ് കൊർദോബ 1000 വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു സിറ്റിയായിരുന്നു കൊർദോബ. കൊർദോബ കേട്ടിട്ടില്ല? എന്താണ് ആ സിറ്റിയുടെ പ്രത്യേകത? അത് പ്രകാശിത പൂരിതമായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 മൈലുകൾക്ക് ചുറ്റളവിൽ എന്താണ് ലൈറ്റ് കൊണ്ട് വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന സിറ്റി. അതേപോലെ തന്നെ എല്ലാ ദിവസവും എന്താണ് കാർബൈഡ് സംഗതികൾ എടുക്കുന്ന, അതേപോലെ തന്നെ പൂന്തോട്ടങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട, അതുപോലെ തന്നെ 1 മില്യൺ സിറ്റിസൺസ്. ലണ്ടനില്, പാരീസിൽ 25,000. ഒളിമ്പിക്സ് നടക്കുന്ന പാരീസിലല്ലേ? അതാണ് 25,000 സിറ്റിസൺസ് ആണ് അവിടെ ഉള്ളത്.
കണക്കുകൾ പറഞ്ഞത്. ഒരു എന്താണ് 1 മില്യൺ സിറ്റിസൺസ് എന്ന സ്വഭാവത്തിലുള്ള കോർഡോവ സിറ്റി. അത് മാത്രമല്ല, സാക്ഷരത എത്രയാണ്? 100% സാക്ഷരതയുള്ള ഒരു സിറ്റിയിൽ 50 ഹോസ്പിറ്റലുകളുള്ള ഒരു സിറ്റിയിൽ 80 സ്കൂളുകളുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സ എന്താണ് വിദ്യാഭ്യാസമുള്ള പഠനം 600 പള്ളികളുള്ള 900ഓളം ബാത്റൂംസ് സൗകര്യങ്ങൾ ബാത്ത് സൗകര്യങ്ങളുള്ള ഒരു സിറ്റി ആയിരുന്നു അത് കൊർദോവ. ഇപ്പൊ നമ്മുടെ സിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ബാത്റൂം കിട്ടാൻ എന്താണ് പാടുപെടും. അവിടെയാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോസ്പിറ്റലുകളും സ്കൂളുകളും വലിയ സംവിധാനങ്ങളുള്ള ഒരു സിറ്റി സ്പെയിനിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാം.